രാഹുലിന്റെ ഓഹരി കുംഭകോണ ആരോപണത്തിന് മറുപടിയുമായി ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്ന് ഇനിയും പുറത്തുവരാൻ കഴിയാത്ത രാഹുൽ വിപണിയിലെ നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന് ബി.ജെ.പി. വക്താവ് പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ന് ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ്. മോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ആദ്യമായി വിപണി മൂല്യം $5 ട്രില്യൺ കടന്നു. ഇന്ത്യയുടെ ഇക്വിറ്റി മാർക്കറ്റ് ലോകത്തിലെ ഏറ്റവും മികച്ച 5 സമ്പദ് വ്യവസ്ഥകളുടെ വിപണി മൂലധനത്തിലേക്ക് പ്രവേശിച്ചു. മോദി സർക്കാരിന് കീഴിൽ വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിപണി മൂലധനം 4 മടങ്ങ് വർദ്ധിച്ചെന്നും പീയൂഷ് ഗോയൽ അവകാശപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കുമെതിരെ കടന്നാക്രമണം ശക്തമാക്കി രംഗത്തെത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി. ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അമിത്ഷായും സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് പ്രസ്താവന നടത്തി. എന്തിനാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിക്ഷേപകർക്ക് നിക്ഷേപ ഉപദേശം നൽകിയത്? ഇതിന് പിന്നാലെ വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷം ഓഹരി വിപണി ഉയർന്നു. ജൂൺ 4-ന് ഫലം വന്നതിന് പിന്നാലെ വിപണി ഇടിഞ്ഞു. ചെറുകിട നിക്ഷേപകർക്ക് 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും രാഹുൽ പറഞ്ഞു. എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്ന് ബി.ജെ.പി. നേതാക്കൾക്ക് അറിയാമായിരുന്നു. ഓഹരി കുംഭകോണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. ബി.ജെ.പി. നേതാക്കളും എക്സിറ്റ് പോൾ നടത്തിയവരും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. അതേസമയം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. രാഹുൽ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നാണ് പ്രതിപക്ഷ നിരയിലെ പ്രമുഖ പാർട്ടികളെല്ലാം ആവശ്യപ്പെടുന്നത്. ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ച നേതാക്കൾ രംഗത്തെത്തി. കോൺഗ്രസ് നേതാക്കളായ മാണിക്യം ടാഗോർ, വിവേക് തൻഖ, കാർത്തി ചിദംബരം എന്നിവർക്ക് പുറമെ ഉദ്ധവ് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്തും ആഗ്രഹം പ്രകടമാക്കി. രാഹുലിന്റെ പേരിലാണ് ഞാൻ വോട്ട് തേടിയത്. ലോക്സഭയിൽ അദ്ദേഹം നേതാവാകണമെന്നാണ് ഞാൻ കരുതിയത്. തെരഞ്ഞെടുക്കപ്പെട്ട എം.പിമാരും അതേ തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് നോക്കാം. ഞങ്ങളുടേതൊരു ജനാധിപത്യ പാർട്ടിയാണ്. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ നിന്ന് വിജയിച്ച മാണിക്യം ടാഗോർ പറഞ്ഞു. രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിച്ചു. അദ്ദേഹമായിരുന്നു മുഖം. പാർലമെന്ററി പാർട്ടി സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ അക്കാര്യത്തിലുള്ള തീരുമാനം രാഹുലിന് ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കില്ല. ചില തീരുമാനങ്ങൾ എം.പിമാരും പാർട്ടി നേതാക്കളും എടുക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു.